അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ പറഞ്ഞു അല്ലേ? പക്ഷേ അൽഹംദുലില്ലാ പലപ്പോഴും ഗുണപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാ? നമ്മളീ പറയാൻ പോകുന്നത് പോലെ ഒരൊറ്റ അൽഹംദുലില്ലാ മതി, ജീവിതം മാറി മറിയും. നിസ്കാരത്തിലൊക്കെ പടച്ച റബ്ബിനെ ആസ്വദിക്കാൻ കഴിയും. എങ്ങനെയാണ് അൽഹംദുലില്ലാ പറയേണ്ടത്? അൽഹംദുലില്ലാഹിയെക്കുറിച്ച് വളരെ അത്ഭുതം നിറഞ്ഞ അള്ളാനെ കിട്ടാൻ പോകുന്ന ഒരു ഇൽമ നിങ്ങളിന്ന് പഠിക്കാൻ പോകുന്നത്. ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് ഒരു പ്രഭാഷണത്തിൻ്റെ ശകലാണ്. ഇന്ന് ഈ സ്വബാഹുൽ ഖൈറിൽ അൽഹംദുലില്ലയെക്കുറിച്ച് ഞാൻ നടത്തിയൊരു പ്രഭാഷണം നിങ്ങൾക്ക് ഇട്ടുതരികയാണ്. ഇത് മുഴുവനായി കണ്ട് അള്ളാനെ തിരിച്ചറിഞ്ഞ് ഒരൊറ്റ അൽഹംദുലില്ലാ പറയാൻ ശ്രമിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. ഏതായാലും ആ പ്രഭാഷണം നിങ്ങൾ മുഴുവനായി മനസ്സിരുത്തി ഒന്ന് കണ്ടു നോക്കണം. ഇന്നത്തെ സ്വബാഹുൽ ഖൈറിൽ അൽഹംദുലില്ലയാകട്ടെ വിഷയം. ഒന്ന് മനസ്സിരുത്തി കാണുക. അതായത് അള്ളാനെ പരിചയപ്പെട്ടതിന് ശേഷമുള്ള ആരാധനയ്ക്ക് പ്രസക്തിയുള്ളൂ. ചില ആൾക്കാർ പറയാറുണ്ട്, സർ ഞാൻ നിസ്കരിച്ചിട്ടൊരു ഫീൽ കിട്ടിയില്ല. അല്ലേ, ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഒന്ന് നിസ്കരിച്ചു നോക്കിയാൽ ഭയങ്കര ഫീലായിരിക്കും എന്ന് ഞാനിങ്ങനെ ഒരു റീല് ചെയ്തു പടിയിൽ. എന്തു ഫീല്? നിസ്കരിച്ചിട്ട് എനിക്കൊന്നും അങ്ങനെ ഒരു ഫീൽ കിട്ടിയിട്ടില്ല എന്നാണ്. എന്താ അതിന്റെ കാരണം? ആരെ തിരിച്ചറിഞ്ഞിട്ടില്ല? അള്ളാനെ തിരിച്ചറിഞ്ഞ് അള്ളാനെ മനസ്സിലാക്കി അള്ളാനെ ഉൾക്കൊണ്ട് ഒരൊറ്റ നിസ്കാരം ഒന്ന് നിസ്കരിച്ചു നോക്കി, വല്ലാത്തൊരനുഭൂതി, വല്ലാത്തൊരാഹ്ലാദം, അത്രമേൽ ടെൻഷൻ ഫ്രീ ആയൊരു നിമിഷം നമ്മുടെ ലൈഫിൽ വേറെ ഉണ്ടാവൂല. അള്ളാഹു നമ്മുടെ മനസ്സിൽ സമാധാനം നിറച്ചു തരുന്നല്ലേ സയ്യിദുനാ റസൂലുള്ളാഹ്. അലാ ബിദ്ദിക്രില്ല. ആരുടെ ദിക്ർ കൽവിലുണ്ടാവണം? ആരുടെ ദിക്ർ? ഉറക്കെ പറഞ്ഞ ആരുടെ ദിക്റാണ്? അള്ളാന്റെ ദിക്ർ. നമുക്ക് പരിചയമുള്ള ഒരാളായിട്ടല്ലേ നമ്മൾ മുനാജാത്ത് നടത്തുക, അഭിമുഖ സംഭാഷണം നടത്തുക, അല്ലേ? അഭിമുഖ സംഭാഷണം നടത്തുന്ന എന്തിനാ? ആ മനുഷ്യനെ കുറിച്ച് കൂടുതൽ അറിയാൻ, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ. ഞാൻ ചോദിക്കട്ടെ, നിസ്കാരം അള്ളാഹുവായിട്ടുള്ള മുനാജാത്താണ്. എത്ര കൊല്ലായി നമ്മൾ മുനാജാത്ത് തുടങ്ങിയിട്ട്? എന്താണ് നമ്മൾ അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞത്? എന്താണ് നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം? 7ാമത്തെ വയസ്സ് വേണ്ട, 15ാമത്തെ വയസ്സ് മുതൽ നിസ്കരിക്കാൻ തുടങ്ങി. ഇന്ന് 70 വയസ്സായി. 70 വയസ്സ് വരെ ഞാൻ നിസ്കരിച്ചിട്ട് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിച്ചാൽ പറയാനുള്ള ഉത്തരം എന്താണ്? നമ്മുടെ എന്ത് നിസ്കാരം നമ്മൾ നിസ്കരിച്ചു? അള്ളാനെ തിരിച്ചറിയാത്ത നിസ്കാരങ്ങൾ വൃഥാവിലാണ്. അത് കുപ്പത്തൊട്ടിയിലേക്ക് എറിയുന്ന വേസ്റ്റിന് സമമാണ്. നിങ്ങൾ എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുത്. അള്ള ഇല്ലാത്ത നിസ്കാരം കുപ്പത്തൊട്ടിയിലേക്ക് എറിയുന്ന വേസ്റ്റ്, അതിന് പിന്നെയും വാല്യൂ ഉണ്ട്. പക്ഷെ അള്ള ഇല്ലാത്ത നിസ്കാരം അതിനേക്കാൾ തരം താഴ്ന്നു പോയില്ലേ? ഫവൈലുല്ലിൽ. നിസ്കരിക്കുന്നവരുടെ നിസ്കാരത്തെ എങ്ങോട്ട് വലിച്ചെറിയുന്ന പറഞ്ഞ്? കാഫിറിന് കിട്ടുന്ന നരകത്തേക്കാൾ താഴെ മുനാഫിക്കിന് കിട്ടുന്ന ഒരു നരകമുണ്ട്. അത് കാഫിറിനെക്കാളും താഴെയാണ്. വൈലെന്ന നരകം നിസ്കരിക്കാത്തവർക്കല്ല. പിന്നെ ഏത് നിസ്കാരം? അള്ള ഇല്ലാത്ത നിസ്കാരം, അള്ളാനെ കിട്ടാത്ത നിസ്കാരം, അള്ളാനെ ആസ്വദിക്കാത്ത നിസ്കാരം, അള്ളാനോട് മുനാജാത്ത് നടത്താത്ത നിസ്കാരം. ആ നിസ്കാരം കൊണ്ട് വൈലെന്ന നരകമാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? ഏതൊക്കെയാണ്? ഒന്ന് അറിയാൻ പാടില്ലേ? 1ാം ക്ലാസ്സിൽ ഇരുത്തണോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നമ്മൾ 1ാം ക്ലാസ്സിൽ നിന്ന് കയറിയെന്ന് പറഞ്ഞു അല്ലേ? 1ാമത്തത് ഷഹാദത്ത്. 2 മാഷാ അല്ലാഹ്, മോനി ഇവിടെ വന്നിരിക്കടാ. നിസ്കാരം. 3ാമത്തെ അതാണോ? 3ാമത്തെ സംശയാണ്. പിന്നെ ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഈ 4 കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ആദ്യത്തെ ഒരു സംഗതി ഉണ്ട്. എന്താ അത്? ഷഹാദത്ത്. നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും അത് തള്ളാണ്. എന്നാലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഉസ്താദ്മാർക്കറിയാം, അല്ലെങ്കിൽ മദർസയിൽ പഠിക്കുന്ന പിള്ളേർക്കറിയാം. നമ്മളത് പണ്ടപ്പോഴോ പഠിച്ച് വിട്ട സംഗതിയാണ്. നോമ്പിന്റെ ഷർത്തും ഫർളും നമുക്കറിയാം. ഹജ്ജിന്റെ ഷർത്തും ഫർളും ഹജ്ജിന് പോയവർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും അല്ലേ? സക്കാത്തിൻ്റെത് കൊടുക്കുന്നവർക്കില്ലെങ്കിലും
ഇൽമു പഠിക്കണ ക്ലാസ്സിൽ ഇരുന്നവർക്കെങ്കിലും സാധനം ഉണ്ടാവും. ഷഹാദത്ത് എന്താ സംഗതി? ഇന്ന് വരെ ഷഹാദത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞ്? അഷ്ഹദു ഇല്ലല്ലാഹ് വഅഷ്ഹദു മുഹമ്മദൻ അബ്ദുഹു എന്നാണ് പറ. അഷ്ഹദു എന്ന് പറഞ്ഞ എന്താ സാധനം? ഞാൻ സാക്ഷ്യം വഹിച്ചു. ഞാൻ എന്ത് വഹിച്ചു? ഞാനൊരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ ഞാൻ അതിനെ കാണണ്ടേ? അള്ളാനെ ഞാൻ കണ്ടോ? അപ്പൊ അള്ളാനെ നേർക്കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. അപ്പൊ അള്ളാഹുവിനെ അനുഭവിച്ചുകൊണ്ട് പറയാൻ പറ്റണം എന്ത്? അഷ്ഹദു. ഞാൻ അപ്പോഴേ അത് സത്യമാവുള്ളൂ. ഷഹാദത്ത് കലിമ സത്യമാകണമെങ്കിൽ ഖൽബിലല്ല വേണം, അള്ളാനെ തിരിച്ചറിയണം. ഇതാണ് നമ്മുടെ പാട്ടൊക്കെ നമ്മൾ മറന്നുപോയി. അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു. ഉഷാർ വരട്ടെ, പവർ വരട്ടെ. അള്ളാഹിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്നൊക്കെ കുറെ മാറ്റം വന്നിട്ടില്ലേ അല്ലേ? ആ പേടിയിൽ നിന്ന് സ്നേഹത്തിലേക്ക് കുറച്ച് നമ്മൾ കടന്നില്ലേ? എങ്ങനെ? പാമ്പിനെ ഭയക്കുന്ന പോലെ നീ റബ്ബിനെ ഭയക്കേണ്ടടോ. ഉപ്പയെ പ്രിയം വെക്കും പോലെ നീ റബ്ബിനെ പ്രിയം വെക്കടോ. പടച്ചോന്ന് പറഞ്ഞാല് പാമ്പു എന്നൂര് അതോ പേടി. നിന്റെ ഉപ്പാനെ സ്നേഹിക്കണത് പോലെ എനിക്ക് വേണ്ടതൊക്കെ തരുന്ന, വേണ്ടാത്ത സമയത്ത് അങ്ങനെയും തരുന്ന അല്ലേ? എനിക്ക് കച്ചവടമാണ് ഗുണമെങ്കിൽ കച്ചവടം തരുന്ന, നഷ്ടമാണ് ഗുണമെങ്കിൽ നഷ്ടം തരുന്ന, എല്ലാം തരുന്ന എന്റെ റബ്ബിനെ ഞാൻ എത്ര സ്നേഹിക്കണം. അങ്ങനെ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അഷ്ഹദു എന്ന് പറയുമ്പോ ആ സാക്ഷ്യം വഹിക്കലായി തിരിച്ചറിയാൻ കഴിയണം. അവരുടെ നിസ്കാരത്തിന് വല്ലാത്ത ആസ്വാദനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം ഇറങ്ങിയ ആയത്തേതാണ് പരിശുദ്ധ ഖുർആനിൽ? നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണോ? നോമ്പൂടിക്കണം, സക്കാത്ത് കൊടുക്കണം, കള്ളുടിക്കരുത്, പിന്നെ വ്യഭിചരിക്കരുത്, ഇതൊന്നുമല്ല. പിന്നെ എന്തുട്ടാ പറഞ്ഞത്? കുറച്ച് ഇഖ്റ എന്ന് പറഞ്ഞാൽ തീർന്നു അവിടെ കൊണ്ട്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ എന്ന് പറഞ്ഞാൽ എന്താ? ആരോടാ പറയണ വായിക്കാൻ? എൻ്റെ ഹബീബിന് വായിക്കാൻ അറിയോ? അവിടെ ഒന്ന് ഉമ്മിയായിരുന്നു. ഉമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥം ഉമ്മാന്റെ കുട്ടി എന്നാണ്. ഉമ്മാന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ഉമ്മാടെ മടിത്തട്ടിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. ആർക്ക്? സയ്യിദുനാ റസൂലുള്ളാഹി. അവിടത്തേക്കെല്ലാം കൊടുത്തു അല്ലാഹ്. ഒന്നും ബാക്കിയില്ലാത്തവണ്ണം എല്ലാ ഇൽമും ഹബീബിന് നിറച്ചു കൊടുത്തു റബ്ബുൽ ആലമീനായ അല്ലാഹ്. ആ ഹബീബിനോട് വായിക്കാൻ പറയാണ്. വായിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ വായിക്കാൻ പറയുമ്പോൾ വായിക്കണമെങ്കിൽ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഖുർആൻ പുസ്തക രൂപത്തിൽ അല്ലാഹ് അച്ചടിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ല. വായിക്ക നബിയെ. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ബിസ്മില്ലാഹിയുടെ അർത്ഥം നമ്മൾ പറഞ്ഞു. എന്താണ് ബിസ്മില്ലാഹിയുടെ അർത്ഥം? അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടിയവനായ നിലയിൽ ഞാൻ തുടങ്ങുന്നു. ഇതാണ് അർത്ഥം. മറന്നുപോയ സംഗതി. ബിസ്മിയൊക്കെ എന്ന് പറഞ്ഞാണ് നമ്മൾ 3-4 മാസം മുമ്പ് പറഞ്ഞതാണ്. വിട്ടുപോയോ? റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടിയവനായ നിലയിൽ ഞാൻ തുടങ്ങുന്നു. ആരെ കൂട്ടുപിടിച്ചിറങ്ങണം? പടച്ചോനെയും കൂട്ടുപിടിച്ചിറങ്ങണം. അപ്പൊ അള്ളാഹ് അവിടെ പരിചയപ്പെടുത്താൻ ബിസ്മി റബ്ബിക്കല്ലദീ, നിങ്ങളെ പടച്ച അല്ലാഹ്. ഖലഖൽ ഇൻസാന ഇഖ്റഅ വറബ്ബുക്കൽ അക്രം. മാന്യനാണവൻ, കാരുണ്യവാനാണവൻ. അല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പേനയൊന്നുമല്ല. അള്ളാഹ് ലോകത്ത് ആദ്യം പടച്ചത് കലമാണ്. അള്ളാന്റെ പേന എന്താന്ന് നമുക്ക് അറിയാനും പാടില്ല. അത് അങ്ങനെ തന്നെ പറയാം. നമ്മൾ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ പോക്കറ്റിലുള്ള പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബ്, അതൊക്കെ പിന്നെയാണ്. അതൊക്കെ ദുന്യവിയായ ചില അർത്ഥങ്ങളാണ്. അള്ളാന്റെ കലം, അള്ളാന്റെ അർശ്, അത് നമുക്ക് പിടികിട്ടാത്ത സംഗതികളാണ്. ഏതായാലും അവിടെയെല്ലാം അള്ളാഹു പ്രാരംഭം കുറിച്ചത് ആരെ പഠിപ്പിക്കാനാണ്? ആരെ തിരിച്ചറിയാനാണ്? അള്ളാനെ അല്ലേ? ആദ്യം തന്നെ നിസ്കരിക്കണമെന്നാണോ റസൂലുള്ളാഹിനോട് പറഞ്ഞത്? അല്ല. മക്ക ജീവിതകാലം നിങ്ങൾ നോക്കിക്കോ. മക്കയിലെ കാലം മുഴുവൻ അള്ളാനെ തിരിച്ചറിയാനുള്ള സമയമായിരുന്നു. നിസ്കാരം നിർബന്ധമാകുന്നത് എവിടെയായിരുന്നു? മദീനത്താണ്. നോമ്പ് നിർബന്ധമാകുന്നത് മദീനത്താണ്. മക്ക ജീവിതകാലം മുഴുവൻ അള്ളാനെ തിരിച്ചറിയാനുള്ള പീരീഡായിരുന്നു. നിസ്കാരം ഉണ്ടായിരുന്നില്ല? നിസ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ 5 വഖത്ത് ഇതുപോലെ കൃത്യമായി സമയം നിർണയിച്ചിട്ടുള്ളൊരു നിസ്കാരം ഉണ്ടായിരുന്നില്ല. നോമ്പുണ്ടായിരുന്നില്ല? നോമ്പുണ്ടായിരുന്നു. പക്ഷെ 30 ദിവസം നിർബന്ധമായ റമളാൻ നോമ്പ് ഉണ്ടായിരുന്നില്ല. ആദ്യം ആരെ തിരിച്ചറിയണം? ആരെ തിരിച്ചറിയണം?
അപ്പൊ ഒരു അടിമയ്ക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടതൊക്കെ എവിടെ ഉണ്ട്? ഫാത്തിഹയിലുണ്ട്. ആ ഫാത്തിഹ പടച്ചോന്റെ അഡ്രസ്സാണ്. ആ അഡ്രസ്സിന്റെ പ്രഥമ ഭാഗമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീൻ. എന്താണ് റബ്ബുൽ ആലമീൻ? ഹംദ് നമ്മൾ പറഞ്ഞു. റബ്ബുൽ ആലമീൻ, ആലമീൻ എന്താണ്? സർവചരാചരങ്ങളെയും പടച്ച റബ്ബ്. റബ്ബിന്റെ ഒരു അർത്ഥം നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? എനിക്ക് ഗുണം എന്താണോ അത് തരുന്ന. ഇന്ന് ജുമാക്ക് ശേഷം ഒരു സഹോദരി അവർ വളരെ സന്തോഷത്തോടുകൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇൻസ്റ്റയിൽ വന്നൊരു ഫോൺ കോളാണ്. അവർ വന്നിട്ട് പറയണം, ഉസ്താദേ, എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഞാൻ 7 കൊല്ലമായിട്ട് അനുഭവിച്ചിട്ടില്ല. ചോദിച്ചാൽ എന്താണ് അതിൻ്റെ കാരണം? ഞാൻ ഉസ്താദിൻ്റെ പ്രണയം അള്ളാഹുവിനോടെന്നുള്ള ഒരു 13 വോള്യം വീഡിയോ ഞാൻ കണ്ടു. ഉസ്താദിൻ്റെ വീഡിയോ കാണാനുള്ള പ്രൊമോഷൻ അല്ല ഈ പറയുന്നത്, നിങ്ങൾ കാണണ്ട, നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ. ഒരു എക്സാമ്പിൾ പറയാം. അപ്പം ഞാനിത് ഇരുന്ന് കണ്ടു. ഞാൻ കണ്ടപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, എൻ്റെ റബ്ബ് എനിക്ക് ഗുണമല്ലാത്തത് തന്നിട്ടില്ല. എനിക്ക് 4 കുട്ടികൾ ജനിച്ചു. 4 കുട്ടികളും ജനിച്ച ഉടനെ മരിച്ചുപോയി. ഇന്ന് ഞാൻ ബൈത്തുൽ ഹംദിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ? ഏതാണ് ഈ ബൈത്തുൽ ഹംദ്? നമ്മൾ പറഞ്ഞിരുന്നു, അള്ളാഹിന്റെ ഒരു അടിമ, ആ അടിമയുടെ കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ അള്ളാഹ് ചോദിക്കുന്നുണ്ട് മലക്കുകളോട്, മലക്കുകളെ, എൻ്റെ അടിമ ആദ്യം പറഞ്ഞത് എന്താണ്? അവൻ ആദ്യം പറഞ്ഞത് പടച്ചോനെ അൽഹംദുലില്ലാ എന്നാണ്. അവൻ റബ്ബിനെ തിരിച്ചറിഞ്ഞവനാണ്. ഉസ്താദേ, ഞാനിപ്പോ എന്റെ റബ്ബിനെ തിരിച്ചറിയാൻ, എന്റെ റബ്ബ് എന്നെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്റെ 4 കുഞ്ഞുങ്ങളെയും എന്റെ റബ്ബ് കൊണ്ടുപോയത്. അൽഹംദുലില്ലാ, ഹുമ്മ അൽഹംദുലില്ലാ പറയുമ്പോഴേ എന്റെ രോമം നോക്കി. സംഭവം അവരുടെയൊക്കെ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവരൊക്കെ അത് അനുഭവിക്കുമ്പോൾ നമുക്കിത് വെറുതെ പറയാനല്ലേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ റബ്ബ്, ആ റബ്ബിനെ തിരിച്ചറിഞ്ഞവർ, റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളെയും പടച്ച് പരിപാലിക്കുന്ന അല്ലാഹ് അല്ലേ? എന്തിനാ പടച്ചോൻ ഈ ലോകങ്ങളെയൊക്കെ പടച്ചു തന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? മൂർഖം പാമ്പിനെ പടച്ചത് എന്തിനാ? മൂർഖം പാമ്പിനെ കൊണ്ട് ഇപ്പൊ എന്ത് ഗുണം അല്ലേ? മൂർഖം എന്നാ സയൻസ് പറയുന്നത് എന്താണ്? ഈ മൂർഖം പാമ്പ് ഇവിടെ നിലനിൽക്കണം, അതില്ലാതാകാൻ പാടില്ല. പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയെ അത് ബാധിക്കും. പാമ്പിനെ കൊന്നാല് ജയിലിൽ പോവും. വല്ലവർക്കും അറിയോ അത്? പാമ്പിനെ തല്ലിക്കൊന്നാല് നാട്ടുകാരെ അറിയിക്കാണ്ട് വന്നാൽ മതി, ജയിലിൽ പോവും. മനസ്സിലായോ? എന്തേ കാരണം? എന്താ? അതിവിടെ നിലനിൽക്കേണ്ട ജീവിയാണ്. പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ തകരും. ഈ പ്രപഞ്ചം അല്ല സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യന് വേണ്ടിയാണ്. അപ്പൊ മൂർഖം പാമ്പിനല്ല പടച്ചത് ആർക്ക് വേണ്ടിയിട്ടാ? മനുഷ്യന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും ഹുവല്ലദീ ഖലഖകും മാ ഫിൽ അർളി ജമീആ, ഈ ഭൂമിയിലുള്ളത് മുഴുവനും അല്ലാഹു പടച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്, മനുഷ്യർക്ക് വേണ്ടിയാണെന്ന് പരിശുദ്ധ ഖുർആൻ. എണ്ണിയ തീരാത്ത പരിപാലനം അല്ലേ? അല്ലാഹ് ഒരുപാട് പരിപാലനം നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നില്ലേ? ഏറ്റവും വലിയ പരിപാലനം എന്താണ്? മക്കളെ തന്നതാണോ? ആണോ? ഏറ്റവും വലിയ പരിപാലനം മക്കളെ തന്നതാണോ? സമ്പത്ത് തന്നതാണോ? ആരോഗ്യം തന്നതാണോ? പള്ളി കമ്മിറ്റിക്കാരനാക്കിയതാണോ? പള്ളിയിലെ മൂല്യരാക്കിയതാണോ? എന്താണ് ഏറ്റവും വലിയ പരിപാലനം? ഇതൊന്നുമല്ല. ആത്മീയമായ പരിപാലനാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. ഏത് പരിപാലനം? അതായത് ഒരാള്, റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ട്, ഒരു മനുഷ്യൻ നരകാവകാശിയാണ്. നരകത്തിന്റെ വാതിൽക്കലേക്ക് അയാൾ എത്തുമ്പോ എന്ത് സംഭവിക്കും? ഈ ദുനിയാവിൽ അവന് കിട്ടിയ മുഴുവൻ അനുഗ്രഹങ്ങളെയും ആ സെക്കൻഡ് കൊണ്ട് അവൻ മറന്നുപോകുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്. ദുനിയാവിൽ ചിലപ്പോൾ 100 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടാവും, ഒരുപാട് മക്കളെ കിട്ടിയിട്ടുണ്ടാവും, മക്കൾ പൊന്നുപോലെ നോക്കിയിട്ടുണ്ടാവും, സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ ആളുകളെല്ലാവരും കൂടെ പിടിച്ച് പള്ളി പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ ദുനിയാവിൽ ചിലപ്പോൾ വേണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റും ആക്കിയിട്ടുണ്ടാവും. വേണ്ടതൊക്കെ പടച്ചോൻ കൊടുത്തു നോക്കുക. ദുനിയാവിലെ അനുഗ്രഹങ്ങൾ മുഴുവൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇയാൾ നരകാവകാശിയാണെങ്കിൽ നരകത്തിലേക്ക് അടുക്കുന്ന വേളയിൽ ഇത് മുഴുവൻ അവനങ്ങ് മറന്നുപോകും. സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ ഈ നിഅമത്തൊക്കെ എത്ര നാൾ വരെ ഉള്ളൂ? മരിക്കണത് വരെ. അപ്പൊ ഏറ്റവും വലിയ പരിപാലനം ആത്മീയമായ പരിപാലനാണ്. അത് ദുനിയാവിൽ മാത്രമല്ല, എവിടെയും ഗുണം ചെയ്യും, ആഖിറത്തിലും ഗുണം ചെയ്യും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മീയമായ തർബിയത്ത്. പക്ഷെ നമ്മൾ തിരിച്ചറിയണില്ല. നമ്മൾ ഈ ദുനിയാവിന്റെ തർബിയത്തിൽ ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്.
ആത്മീയമായ തർബീയത്ത് തിരിച്ചറിയാൻ കഴിയുന്നവരാണ് വിജയികൾ. സയ്യിദുനാ റസൂലുള്ളാഹ്. ഇപ്പോ പരിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് എണ്ണി നോക്കിയപ്പോൾ 70ഓളം സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് വഹും ഫീഹാ ഖാലിദൂൻ. കാലാകാലം അവർ സ്വർഗത്തിലാണ്, സുഖാനുഭൂതിയിലാണ്. ആരെക്കുറിച്ച് ഈ പറഞ്ഞത്? ആരെക്കുറിച്ച് ഈ പറഞ്ഞത്? അള്ളാനെ തൃപ്തിപ്പെട്ടവരെ കുറിച്ചാണ്. ആരെ തൃപ്തിപ്പെട്ടവരെ കുറിച്ചാണ്? ആരെ തൃപ്തിപ്പെട്ടു? അള്ളാനെ. ആത്മീയമായ തർബീയത്തിന് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാനെ തൃപ്തിപ്പെട്ടവർക്കാണ് കാലാകാലം സ്വർഗത്തിൽ കഴിയാൻ പറ്റുക, അള്ളാനെ കാണാൻ പറ്റുക. സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ അള്ളാന്റെ സംരക്ഷണം, അള്ളാന്റെ തർബീയത്ത് എന്ന് പറയുന്നത് കേവലം ദുനിയാവിൽ ദുന്യവിയായ വിഷയങ്ങളിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നതല്ല, ആത്മീയമായ കാര്യങ്ങളിലേക്ക് ബന്ധിപ്പിക്കണം എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് വന്ന് എത്ര പേരുണ്ട്? കുറവാണോ? ശരി ശരി, എല്ലാവരോടും ചോദിക്കണില്ല. സുബഹ നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹി നിസ്കരിക്കാൻ തൗഫീക്ക് പള്ളിയിൽ കിട്ടിയതിന്റെ പേരിൽ ഒരു അൽഹംദുലില്ലാ പറഞ്ഞ എത്ര പേരുണ്ട്? തള്ളരുത്, ഉള്ളത് പറയണം. സംഗതി ഇപ്പോ 500 രൂപ ലാഭം കിട്ടുമ്പോ അൽഹംദുലില്ലാ. ഗൾഫിൽ പോയി പുള്ള പൈസ ഉണ്ടാക്കിയിട്ട് അയച്ചു തരുമ്പോ അൽഹംദുലില്ലാ എന്റെ പുള്ള എന്ത് നല്ല പുള്ളയാണ്. തെറ്റില്ല എന്നല്ല, അത് പറയണം. കാരണം അത് ആരുടെ തർബീയത്താണ്? അള്ളാന്റെ തർബീയത്ത് തന്നെയാണ്. കച്ചവടം നഷ്ടമായി പോയാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ. ഇനി പുള്ള പൈസ ഒന്നും അയച്ചു തന്നില്ലെങ്കിലും എന്ത് പറയണം? അൽഹംദുലില്ലാ. പക്ഷേ ഇവിടെ ആത്മീയമായൊരു സംഗതി നടന്നു. ചില ആളുകൾ അതിനും അൽഹംദുലില്ലാ പറയും. അവരാണ് വിജയികൾ. പടച്ചോനെ, കിടന്നുറങ്ങിയിരുന്ന എന്നെ എഴുന്നേൽപ്പിച്ച് ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നല്ല സുഖത്തിൽ ഇങ്ങനെ ഉറങ്ങാരുന്ന എന്നെ എഴുന്നേൽപ്പിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് വുളു എടുപ്പിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് നിന്നോട് സംസാരിക്കാൻ തൗഫീക്ക് തന്ന അല്ലാഹ്, അൽഹംദുലില്ലാ, നിനക്കാണ് പടച്ചോനെ സർവസ്തുതിയും. ഇവിടെയാണ് ആത്മീയമായ തർബിയത്ത്. ഇതിന് നമ്മളൊരു വാല്യൂം കൊടുക്കണില്ല. നമ്മൾ ഇത്രയും നാൾ അൽഹംദുലില്ലായുടെ തർബിയത്ത് പഠിച്ചപ്പോഴും നമ്മൾ ഈ കച്ചവടത്തിലും മക്കളുടെ വിഷയത്തിലും കുടുംബത്തിലും ഇങ്ങനെ കെട്ടുപിണഞ്ഞ് നടക്കുകയാണ്. അപ്പൊ ആത്മീയമായ രംഗങ്ങളിലെ തർബിയത്ത് തിരിച്ചറിയുന്നവരാണ് വിജയികൾ. സയ്യിദുനാ റസൂലുള്ളാഹ്. പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് ഒരു ടോയാണ്, ഒരു ടോയ്, കളിപ്പാട്ടം അല്ലേ? ടോയ്സ് നമ്മൾ എപ്പോഴാണ് കുട്ടികൾക്ക് കൊടുക്കുക? കരയുമ്പോൾ കൊടുക്കും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു സാധനത്തിൽ നിന്ന് മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ടോയ്സ് കൊടുക്കും അല്ലേ? കുട്ടി വലുതായാൽ കളിപ്പാട്ടം കൊടുക്കൂ? പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? ആത്മീയമായ മേഖലയിൽ അള്ളാഹുവിന്റെ അടിമകൾ വളർന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ദുനിയാവെന്ന കളിപ്പാട്ടം അള്ളാഹ് കൊടുക്കൂല. പേടിക്കണ്ട, ബാക്കി ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ? ആത്മീയമായ മേഖലയിൽ അള്ളാന്റെ അടിമ വളർന്നു കഴിഞ്ഞാൽ ദുനിയാവ് ആകുന്ന കളിപ്പാട്ടം അള്ളാഹുവിന് കൊടുക്കുവോ? കൊടുക്കൂല. കൊടുത്താൽ തന്നെയും അവനത് സ്വീകരിക്കൂല. സ്വീകരിച്ചാൽ തന്നെയും അവനത് കൽബിലേക്ക് കേറ്റൂല. ഇവരാണ് അള്ളാന്റെ അടിമകൾ. ഇവര് പറയണം അൽഹംദുലില്ലാ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ആത്മീയമായിട്ടൊരു മനുഷ്യന് വളർന്നു കഴിഞ്ഞാൽ ദുനിയാവ് കൊടുക്കുവല്ല? കൊടുക്കൂല. കൊടുത്താലോട്ട് സ്വീകരിക്കോ? സ്വീകരിക്കൂല. ഇനി സ്വീകരിച്ചാലോ എങ്ങോട്ട് കേറ്റൂല. അതാണ് ഞാൻ അമ്പിയാക്കളിലൊക്കെ പുസ്താദേ കോടീശ്വരന്മാരുണ്ടായിരുന്നില്ല. അതിനുള്ള മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത്. സുലൈമാൻ നബി ലോകം മുഴുവൻ അടക്കി ഭരിച്ച രാജാവായിരുന്നു. പക്ഷെ സംഗതി കൽബിലേക്ക് കേറിയോ? കേറിയില്ല. കേറിയില്ല. കാരണം എന്താ? കൽബിൽ ആരാ ഉണ്ടായിരുന്നത്? അല്ലാഹ്. ഹബീബായ തങ്ങളുടെ ഒരു ദുആയില്ലേ, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. പടച്ചോനെ, എന്നെ മിസ്കീനായി ജീവിപ്പിക്കണം അല്ലാ, മിസ്കീനായി മരിപ്പിക്കണേ അല്ലാ. നാളെ പരലോകത്ത് മിസ്കീന്മാരുടെ കൂടെ എന്നെ ഫക്കീറാക്കണേന്നല്ല കേട്ടോ ദുആ. ചില മനുഷ്യന്മാർ അങ്ങനെ റസൂലുള്ള ദാരിദ്ര്യം പിടിച്ചോനാകാൻ വേണ്ടി ഇതായിരുന്നു എന്നാണ്. അങ്ങനല്ല. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാര്യം കഴിഞ്ഞു പോണ മനുഷ്യൻ. ഫക്കീർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് കൈനീട്ടുന്ന മനുഷ്യനാണ്. മുത്തുനബി ഫക്കീറാകാനല്ല അത് വരുന്നത്, പിന്നെ മിസ്കീനാകാനാണ്. എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം, മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരുമോ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇസ്സത്ത് ഇട്ടിട്ടുള്ളൊരു പരിപാടി മുമ്പിന് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു അങ്ങനെ അവനോട് മാത്രം കൈനീട്ടുന്നവരായി നമ്മളെ മാറ്റി തീർക്കുമാറാകട്ടെ. അങ്ങനെ അള്ളാഹു മരിക്കുവോളം നിലനിർത്തുമാറാകട്ടെ. അള്ളാഹ്ക്ക് ഇപ്പൊ എത്ര സെക്കൻഡ് വേണം അല്ലേ? ചിലപ്പോ നമ്മളെ ദാരിദ്ര്യം തന്നുള്ള പരീക്ഷിക്കും. അതും അവന്റെ എന്താണ്? തർബിയത്താണ്. അപ്പോഴും എന്ത് പറയാൻ പറ്റണം? അൽഹംദുലില്ലാ പറയാൻ പറ്റണം എന്നാണ്. ഇപ്പൊ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് എന്തിനാ പണയം വെച്ചെന്തിനാ?
കുടുംബത്തിനും മുത്തുനബിക്കും കഴിക്കാനില്ലാതെ ഒരു ദിവസത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് പടയങ്കി കൊണ്ടുപോയി പണയം വെച്ചത് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ്. പണയം വെച്ചത് നമ്മുടെ ഇന്നത്തെ പണയമല്ല കേട്ടോ. സാധനം കൊടുത്തിട്ട് വേറെ സാധനം മേടിക്കുക, എന്നിട്ട് പൈസ കൊടുത്ത് തിരിച്ചെടുക്കുന്ന സമ്പ്രദായം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇന്നത്തെ പണയം വെക്കൽ പോലെ ആ പലിശയുടെ ഇടപാടല്ല പറയണത്. ആ പണയവും ഈ പണയവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ അള്ളാന്റെ ഹബീബിന് അള്ളാഹ് ഈ കളിപ്പാട്ടം കൊടുത്തിട്ട് വേണോ ചിരിപ്പിക്കാൻ? ദുനിയാവാകുന്ന കളിപ്പാട്ടം കൊടുത്തിട്ട് വേണോ അള്ളാന്റെ ഹബീബിനെ അള്ളാഹ്ക്ക് ചിരിപ്പിക്കാൻ? ആണോ? ചില സ്വഹാബത്ത് സമ്പത്ത്, അന്നത്തെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയൊക്കെയാണ്. അവരുടെ കയ്യിലേക്ക് സ്വർണവും വെള്ളിയൊക്കെ കിട്ടിയ ഉടനെ അവരെന്ത് പറയും? അൽഹംദുലില്ലാ പറയും. എന്നിട്ടിരുന്ന് കരയാൻ തുടങ്ങും. പടച്ചോനെ, നീ ഇപ്പൊ ഈ കളിപ്പാട്ടമൊക്കെ തന്നിട്ട് വേണോ എന്നെങ്ങനെ അല്ലേ, ഈ സാധനമൊക്കെ തന്നിട്ട് വേണോ പടച്ചോനെ എന്റെ ശ്രദ്ധ ഇപ്പൊ നിന്നിലേക്ക് കൊണ്ടുവരാനായിട്ട്? ഞാനിപ്പോ അത്രയും ലോ ലെവലിലാണോ ഉള്ള കിടക്കണത്? ഞാനൊക്കെ ഇച്ചിരി വളർന്നില്ലേ പടച്ചോനെ? നീ എന്നെ ഇപ്പോഴും ആത്മീയ ലെവലിൽ ഏറ്റവും താഴെക്കടയിലുള്ള ആളായിട്ടാണോ കണക്കാക്കിയിട്ടുള്ളത്? ഞാൻ ഇച്ചിരെങ്കിലും ഉയർന്നില്ലേ അല്ലാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ അതിസമ്പന്നരായ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ സമ്പത്ത് എങ്ങോട്ട് കയറിയിട്ടില്ല, ഖൽബിലേക്ക് കയറിയിട്ടില്ല. അപ്പൊ അല്ലാഹ് ദുന്യവിയും ഉഖറവിയുമായ നിലക്ക് നമ്മളെ തർബിയത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് ആ തർബിയത്ത് ബോധ്യപ്പെട്ട് ഹംദ് പറഞ്ഞാൽ അവർക്ക് പിന്നെ ടെൻഷൻ ഇല്ല. NRC വന്ന ടെൻഷൻ ഉണ്ടോ? CA വന്ന ടെൻഷൻ ഉണ്ടോ? വഖഫ് നിയമം വന്ന ടെൻഷൻ ഉണ്ടോ? അമിത്ഷായും മോഡിയും കൂടെ ഓരോ നിയമങ്ങൾ ഇങ്ങനെ പാസ്സാക്കും. ചിലര് പറയും ഞാൻ അധികം നാളൊന്നും ഇവിടെ ഉണ്ടാവൂല്ലോ ഉസ്താദെ, നമ്മളെയൊക്കെ പുറത്താക്കും. പുറത്തായാലും ഇപ്പൊ എന്താണ്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയല്ലേ? ഹിജ്റ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ ലൈഫ് ആസ്വദിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതൊന്നും പേടിക്കാനുള്ള സംഗതിയല്ല നീ പറയണത്. നമ്മളങ്ങനെ ഇറങ്ങിപ്പോണമോ അല്ലോട്ടെ ഞാനീ പറയണേ. ഞാൻ അങ്ങനെയൊക്കെ വളച്ചൊടിക്കരുത്. ഞാൻ പറയണത് നമ്മൾ പേടിക്കേണ്ടവരല്ല, ടെൻഷൻ അടിക്കേണ്ടവരല്ല. ഇങ്ങനെയെല്ലാം നിങ്ങളെ തർബിയത്ത് ചെയ്യും റബ്ബുൽ ആലമീൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇനി വേണ്ട, ഇപ്പൊ അമിത്ഷായുടെയും മോഡിയുടെയും മനസ്സ് നിയന്ത്രിക്കുന്നത് ആരാ? അല്ല, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ. അല്ലാഹ്ക്ക് ഇപ്പൊ ഒന്ന് ഉദ്ദേശിച്ചാൽ മതി. മുഖല്ലിബുൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നത് ആരാ? അല്ലാഹ്. അപ്പൊ മോഡിയുടെ കൽബ് അല്ലാഹ് മാറ്റാൻ, നാളെ തന്നെ വഖഫ് നിയമം റദ്ദ് ചെയ്യണം. അമിത്ഷായുടെ കൽബ് മാറ്റാൻ അല്ലാഹ്ക്ക് ചെയ്തുകൂടെ? എന്തേ ചെയ്യാത്തത്? നമ്മളെ ഒന്ന് ഊതിക്കാച്ചിയെടുക്കണം. ആർക്ക്? ഇത് റബ്ബിന്റെ തർബിയത്താണ്, എന്നെ അവനിലേക്ക് അടുപ്പിക്കാനുള്ള തർബിയത്താണെന്ന് മനസ്സിലാക്കി വഖഫ് ബില്ല് പാസ്സായപ്പോ അൽഹംദുലില്ലാ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? കുടുങ്ങിയല്ലോ ഉറച്ചോനെ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഇതെന്റെ റബ്ബിന് അവനിലേക്ക് എന്നെ അടുപ്പിക്കാനുള്ള അവന്റെ തർബിയത്താണ്. ഇങ്ങനെ അള്ളാഹ് തർബിയത്ത് ചെയ്യുന്നു പഠിപ്പിക്കുന്നത് ആരാ? സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അള്ളാന്റെ തർബിയത്താണ്. ദേഷ്യം തോന്നരുത്. അൽഹംദുലില്ലാ. ചിലപ്പോ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് ആരൊക്കെയാണ് മുങ്ങണതെന്ന് നോക്കണതും പടച്ചോന്റെ തർബിയത്ത. ആരാണ് കയറി വന്നതെന്നും ഒക്കെ പടച്ചോനറിയണം. കാരണം അവന്റെ അടിമകള് അവൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നറിയാൻ ഇഷ്ടപ്പെടുന്ന റബ്ബാണ്. ആ പ്രകടനപരത, അതായത് പ്രണയത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രകടനം ഉണ്ടല്ലോ, അത് കാണാൻ അത്രമേൽ ഇഷ്ടമാണ് റബ്ബുൽ ആലമീൻ. അവനത് ആസ്വദിക്കുന്നുണ്ടെന്നാണ്. അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹ് പ്രതിസന്ധി തരും, സുഖം തരും. അള്ളാഹ് രോഗം തരും, ആരോഗ്യം തരും. അള്ളാഹ് കച്ചവടം തരും, അള്ളാഹ് നഷ്ടം തരും. ഏതവസരത്തിലും മുഅ്മിൻ എന്ത് പറയണം? ഉറക്കെ പറഞ്ഞ് എന്ത് പറയണം? അല്ല, ഞാനൊരു കാര്യം, ഒരു രഹസ്യം പറഞ്ഞു തരട്ടെ. ഇത് കേട്ടിട്ട് നിങ്ങൾ എന്നെ ചീത്ത പറയോ? രഹസ്യം പുറത്തു പറയരുത്. അതായത് നിങ്ങൾക്കല്ല മക്കളെ തന്നതിനേക്കാൾ, നിങ്ങൾക്കല്ല സമ്പത്ത് തന്നതിനേക്കാൾ, നിങ്ങൾക്കല്ല കുടുംബം തന്നതിനേക്കാൾ, നിങ്ങൾക്കല്ല വീട് തന്നതിനേക്കാൾ ഏറ്റവും വലിയ നിഅമത്ത് എന്താണെന്നറിയോ? മോഡിയെയും അമിത്ഷയെയും തന്നതാണ്. ഇയാളെന്ത് വിരാന്താണ് ഈ പറയണത്? നിങ്ങൾ ചിന്തിക്കണ്ട, ബാക്കി ഞാൻ പറഞ്ഞുതരാം. പുറത്തിറങ്ങിയിട്ട് മൊയ്യാര് മോഡിന്റെ ആളാന്ന് തോന്നുന്നു, RSSകാരനാണ്, മോഡിയിലൊക്കെ പൊക്കണ്ടായിരുന്നു. എന്റെ കുട്ടികൾ ഇങ്ങനെ പറയൂല. അതല്ല ഈ പറയണത്. അതായത് രണ്ട് ചെറിയ കുട്ടികൾ, രണ്ടുപേർക്കും രോഗം വന്നു. ഡോക്ടർ പറയണ, രണ്ടുപേരുടെ ഡോക്ടറും പറഞ്ഞു കുട്ടികളെ സർജറിക്ക് വിധേയമാക്കിയില്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും? മരിച്ചു. അല്ലാഹു നമ്മുടെ കുഞ്ഞുങ്ങളെ കാക്കട്ടെ. ഒരു കുട്ടിയുടെ വാപ്പ് പറഞ്ഞു, എന്റെ പിള്ളേനെ കീറി മുറിക്കാണെന്ന് ഞാൻ വിട്ടുതരൂല, പിള്ളേനെ കൊണ്ട് എടുത്ത് ഓടുകയാണ്. മറ്റേ വാപ്പ് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിലും വേണ്ടൂല ഡോക്ടർ, എന്റെ കുഞ്ഞിനൊന്ന്. കീറി മുറിക്കാൻ സമ്മതിച്ച ബാപ്പയാണോ, കീറി മുറിക്കാൻ സമ്മതിക്കാത്ത ബാപ്പയാണോ സ്നേഹമുള്ള ബാപ്പ?
ഏത് വാപ്പയാണ്? മാഷാ അല്ലാ, അവന് മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഈ രണ്ട് ഡിനോസറുകളെ കാണിച്ചുകൊണ്ട് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഒന്ന് പരുവപ്പെടുത്താൻ, നിങ്ങളെ ഒന്ന് പാകപ്പെടുത്താൻ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഈ രണ്ട് ഡിനോസറുകളെ മുമ്പിൽ വെച്ചിട്ട് കളിക്കുന്നത് അള്ളാഹുവാണ്. മനസ്സിലായോ? ഇതൊക്കെ നമുക്കുള്ള പരീക്ഷണം. അതിനർത്ഥം അൽഹംദുലില്ലാഹ് പറഞ്ഞ് വീട്ടിലിരിക്കണം എന്നാണോ? ഇല്ല, പ്രതിഷേധിക്കണം. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, പ്രതിഷേധിക്കണം. പ്രതിഷേധങ്ങൾ മാന്യമായിരിക്കണം. ബില്ലത്തി ഹിയ അഹ്സൻ, ഇതര ആളുകൾ പ്രതിഷേധിക്കുന്നത് പോലെയല്ല മുഅ്മിനിന്റെ പ്രതിഷേധം. അത് മാന്യത വിട്ടുപോകാൻ പാടില്ല. പക്ഷെ ആ പ്രതിഷേധത്തിന് ഇറങ്ങുമ്പോഴും നിങ്ങളുടെ ആൾബലമല്ല നിങ്ങളെ ജയിപ്പിക്കണത്. ബദറിൽ ആൾബലായിരുന്നോ ജയിപ്പിച്ചത്? അല്ല, ആൾബലല്ല, നിങ്ങളുടെ സംഘബലമൊന്നുമല്ല നിങ്ങളെ ജയിപ്പിക്കണത് ആരാ? അപ്പൊ നിങ്ങൾ ആരെ കൂട്ടുപിടിച്ചിറങ്ങണം? അൽഹംദുലില്ലയും പറഞ്ഞ് എൻ്റെ റബ്ബിന്റെ തർബിയത്താണെന്നുള്ള ബോധ്യത്തിൽ ആ മനസ്സോടുകൂടെ ഇറങ്ങണം. അവരത്രേ വിജയികൾ. സയ്യിദുനാ റസൂലുള്ളാഹ്. അതല്ലേ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദുആ ഇല്ലേ, അവിടെ നിന്ന് പറയാണ്, മാ ഉബാലി അസ്ബഹ്തു ഫഖീറൻ ഔ ഗനിയൻ. പടച്ചോനെ, നാളെ നേരം വെളുക്കുമ്പോ 5 പൈസ കയ്യിലില്ലാത്ത പാപ്പറായാലും എനിക്ക് കുഴപ്പമില്ല, ഇനി അതിസമ്പന്നനായാലും എനിക്ക് ഒരു കുഴപ്പമില്ല പടച്ചോനെ. ഫഇന്നി ലാ അദ്രി ഫി അയ്യിഹിമൽ ഖൈർ, നീ ഖൈർ ഉദ്ദേശിച്ചത് ഏതിലാണെന്ന് എനിക്കറിയാൻ പാടില്ലല്ലോ അല്ലാ. എന്നെക്കാളേറെ എന്നെ അറിയുന്നത് ആര് മാത്രാണ്? നീ മാത്രാണല്ല. അതുകൊണ്ട് നീ എന്ത് തന്നാലും, നാളെ നേരം വെളുക്കുമ്പോ എന്റെ പിള്ളേര് പട്ടിണിയാണ്, കയ്യിൽ 5 പൈസ ഇല്ലാന്നും പറഞ്ഞ് ഞാൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കൂല. എനിക്കത് ഖൈറാണെന്ന് പറഞ്ഞ് ഞാൻ എന്ത് പറയും? അൽഹംദുലില്ലാഹ് പറയും. പണ്ടത്തെ കാർന്നോമാർ അനുഭവിച്ചതുപോലെയുള്ള പട്ടിണികൾ ഇന്നത്തെ പിള്ളേർ അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ പടച്ചോൻ വേറെ പണി. അതാണ് ഈ അമിത്ഷായി മോദിയൊക്കെ. സംഗതി പാരകളാണ് അല്ലേ? ഈ പാരകളെ നിയന്ത്രിക്കണതും ആരാണ്? ഇവന്മാരെ പടച്ചോൻ ഇറക്കിയത് എന്തിനാണ്? ശൈത്താൻ ഇറക്കിയത് എന്തിനാണ്? ആരെ പരീക്ഷിക്കാനാണ്? ആ പരീക്ഷണത്തിലൂടെ മാറ്റുകൂട്ടിയിട്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കണതും ആരെയാണ്? നമ്മളെയാണ്. അപ്പൊ നമ്മൾ ഇത് തിരിച്ചറിയുന്നിടത്താണ് വിജയികളായി തീരുന്നത്. അങ്ങനെ വിജയിക്കാൻ കഴിയണം. അവർക്ക് അൽഹംദുലില്ലാഹ് ഉപകരിക്കൂ, അവർക്ക് നിസ്കാരത്തിൽ ആസ്വാദനം ഉണ്ടാകൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പം എല്ലാവരും കണ്ടില്ലേ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ പറഞ്ഞതുപോലെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. മറ്റൊരവസരത്തിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് കാണിക്കാം. ഏതായാലും അൽഹംദുലില്ലയുണ്ടോ, ലൈഫ് സെറ്റാണെന്നേ. അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. പിന്നെ പതിവായി ചൊല്ലുന്ന ദിക്ർ നമുക്കൊന്ന് ചൊല്ലണം, ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പ്രയാസങ്ങൾ, എത്രയെത്ര ദുആ വസിയത്തുകളാണ് അൽഹംദുലില്ലാഹിയുടെ ബറക്കത്തുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും റബ്ബുൽ ആലമീൻ നീക്കിത്തന്ന് റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് ദുആ വസിയ്യത്തുകളുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ. നിന്നെക്കുറിച്ച് ചർച്ച ചെയ്ത സദസ്സാണല്ലോ റബ്ബേ. സ്വർഗ്ഗപ്പൂന്തോപ്പിൽ ഒരുമിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളടക്കം ഒരുപാട് കാരണവന്മാർ ഈ സദസ്സിലുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യത്തീമാക്കല്ലേ അല്ലാ. ഞങ്ങളിൽ ഒരുപാട് അസുഖബാധിതരുണ്ട്, പരിപൂർണ ശിഫ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഉള്ള സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഒരുപാട് കുട്ടികൾ റിസൾട്ടിനായി കാത്തിരിക്കുകയാണ്. ഉന്നത വിജയം നീ നൽകണേ തമ്പുരാനെ. നല്ല സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നൽകണേ അല്ലാ. പടച്ചവനെ, വിവാഹപ്രായം എത്തിയവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, എല്ലാവർക്കും ഹൈറായത് നീ നൽകണേ തമ്പുരാനെ.
അർഹമുറാഹിമായ റബ്ബെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.